നമസ്കാരം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജനത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി കോൺഗ്രസ്. ഇത്തവണ പാർട്ടിക്ക് ഏറെ വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ മാത്രമായിരിക്കും കോൺഗ്രസ് മത്സരിക്കുക. 280 സീറ്റുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് തീരുമാനം. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 543 സീറ്റുകളിൽ 421 കോൺഗ്രസ് മത്സരിച്ചിരുന്നത്. ഇക്കുറി സഖ്യരൂപീകരണത്തിന് മുൻപേ തന്നെ സീറ്റുകളിൽ കടുംപിടുത്തം കാണിക്കില്ലെന്ന് നേതൃത്വം നിലപാടെടുത്തിരുന്നു. നിരവധി സംസ്ഥാനങ്ങളിൽ സീറ്റ് വിഭജനം സംബന്ധിച്ച് ഏകദേശം ധാരണ ആയെങ്കിലും രാജസ്ഥാൻ, മധ്യപ്രദേശ്, തെലങ്കാന, ഹിമാചൽ പ്രദേശ്, ഛത്തീസ്ഗഡ്, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ ചർച്ചകൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. രാജ്യതലസ്ഥാനത്ത് നിലവിൽ 7-ൽ 3 സീറ്റാണ് കോൺഗ്രസിന് ലഭിച്ചേക്കുക. 3 സീറ്റുകൾ നൽകാമെന്ന് ആം ആദ്മി ഉറപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും ഏതൊക്കെ സീറ്റുകൾ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ആയിട്ടില്ല. ഈസ്റ്റ് ഡൽഹി, നോർത്ത് ഡൽഹി, ചാന്ദിനി ചൗക്ക് എന്നീ മണ്ഡലങ്ങളാണ് കോൺഗ്രസിന് താൽപ്പര്യം. പഞ്ചാബിൽ 6 സീറ്റുകൾ കോൺഗ്രസിന് ലഭിച്ചേക്കും. ആം ആദ്മിയും 7 സീറ്റിലായിരിക്കും ഇവിടെ മത്സരിക്കുക. ഈ സീറ്റ് ചർച്ചകൾ വിജയിച്ചാൽ കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചലിൽ 3 സീറ്റുകൾ കോൺഗ്രസ് ആം ആദ്മിക്ക് നൽകിയേക്കും. ഗുജറാത്തിൽ ആം ആദ്മിയും കോൺഗ്രസും തമ്മിൽ ചർച്ച പുരോഗമിക്കുകയാണ്. ഇവിടെ 1 സീറ്റ് ലഭിക്കുമെന്നാണ് ആം ആദ്മി പ്രതീക്ഷിക്കുന്നത്. BJPക്ക് ഏറ്റവും വെല്ലുവിളിയായ സംസ്ഥാനങ്ങളിലൊന്നായ ബീഹാറിൽ JDUവിനും RJDക്കും 17 സീറ്റുകൾ വീതമാണ് ലഭിക്കുക. കോൺഗ്രസിന് 4 സീറ്റുകളും ലഭിക്കും. ബാക്കി വരുന്ന 2 സീറ്റിൽ ഇടതു പാർട്ടികൾ മത്സരിക്കും. എന്നാൽ കൂടുതൽ സീറ്റുകൾ വേണമെന്ന ആവശ്യം ഇടതു പാർട്ടികൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ 18 സീറ്റുകൾ കോൺഗ്രസിന് ലഭിക്കും. അതേസമയം UPയിൽ കോൺഗ്രസ് 20 സീറ്റുകൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ SP ഈ ആവശ്യം അംഗീകരിച്ചിട്ടില്ല. സീറ്റ് ചർച്ച ചെയ്യാൻ നാളെ വീണ്ടും യോഗം ചേരും. ഗോവയിൽ 2 സീറ്റെന്ന ആവശ്യത്തിലാണ് കോൺഗ്രസ്. എന്നാൽ 1 സീറ്റ് ആം ആദ്മി ആവശ്യപ്പെടുന്നുണ്ട്. ബംഗാളിൽ 42-ൽ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് 10 സീറ്റുകളാണ്. ഇക്കാര്യത്തിൽ കൂടുതൽ ചർച്ച നടത്തണമെന്നാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ നിലപാട്. പശ്ചിമ ബംഗാൾ, പഞ്ചാബ് സംസ്ഥാനങ്ങളിൽ സഖ്യകക്ഷികളുമായുള്ള തർക്കങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത്. മുഗൾ വാസ്നിക് കൺവീനറും മുൻ മുഖ്യമന്ത്രിമാരായ അശോക് ഗെഹ്ലോട്ടും ഭൂപേഷ് ബാഗേൽ, കോൺഗ്രസ് നേതാവ് സൽമാൻ ഖുർഷിദ് എന്നിവരും സമിതിയിലെ അംഗങ്ങളാണ്. രാജ്യത്തെ സംസ്ഥാനങ്ങൾ 5 ക്ലസ്റ്ററുകളായി രൂപീകരിച്ചാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ കോൺഗ്രസ് ഒരുങ്ങുന്നത്. ക്ലസ്റ്റർ ചുമതലയുള്ള നേതാക്കളുമായും സഖ്യകക്ഷി പാർട്ടി നേതാക്കളുമായും ചർച്ച നടക്കും. ഈ മാസം 15-നകം ഇന്ത്യ മുന്നണിയിലെ സീറ്റ് വിഭജനം പൂർത്തിയാകും എന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത്. 272 സീറ്റുകളിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുന്ന രീതിയിലാണ് പാർട്ടിയുടെ ആഭ്യന്തര സമിതി റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്.